നാളെ കാശില്ലാതെയാകുമ്പോൾ അമ്മയെയും പെങ്ങളെയും പോലും നീ തിരിച്ചറിയാതെയാകും. നീ ഒരു മൃഗമായി മാറും. അപ്പോൾ മുമ്പിൽ കാണുന്നവരെല്ലാം ഒരു മനുഷ്യനെന്നു പോലും കണക്കാകാതെ പിച്ചിച്ചീന്തും നീ. അവിടെ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ ഒരു പ്രാധാന്യവും ഉണ്ടാവില്ല. പണം എന്നതിന് മാത്രമാകും പ്രാധാന്യം. ലഹരി എന്നതിന് മാത്രമാകും പ്രാധാന്യം. അന്ന് നിന്നെയോർത്ത് ഞാനും നിന്റെ മാതാപിതാക്കളും കരയുന്നതിനേക്കാളും ഭേദമാണ് നിന്നെ ഞാൻ ഇവിടെ നിന്നും ഇപ്പോൾ ഇറക്കി വിടുന്നത്. പൈസ ഇല്ലാതാകുമ്പോൾ എങ്കിലും മാറുമല്ലോ. ഇപ്പോഴെങ്കിലും നിനക്ക് ഇതിൽ നിന്നും വേഗം വിടുന്നതാണ് നേടാൻ കഴിയും. ചേട്ടാ വേണ്ട, ഞാനിനി ഇതൊന്നും ഉപയോഗിക്കില്ല. എൻ്റെ മോനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല. നീ എൻ്റെ എബിയില്ലേ, എൻ്റെ അനുജൻ ആണെങ്കിലും നിന്നെ ഞാൻ എൻ്റെ മോനെ പോലെയാണ് നോക്കുന്നത്. നീ തെറ്റായി വഴി നോക്കുമ്പോൾ തിരുത്തി തരേണ്ടത് എൻ്റെ കടമയാണ്. പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ. അമ്മ ഒന്ന് മുറിയുമെങ്കിൽ നിൻ്റെ അകൽച്ചയ്ക്ക് അമ്മയ്ക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ ഒന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. കാരണം ചെറുപ്പത്തിൽ നീ ആയിരുന്നില്ലേ അമ്മയുടെ പെറ്റ്. അച്ഛനും നിന്നെ ഓർത്ത് ഒരുപാട് വിഷമവുമുണ്ട്. പറ്റുമെങ്കിൽ അവർക്ക് ഇത്തിരി മനസ്സമാധാനം നീ കൊടുക്കണം. ഇല്ല ചേട്ടായി, ഇനി ഞാൻ തെറ്റായ വഴി പോകില്ല. ചേട്ടായിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ എനിക്ക് സന്തോഷമായി ജീവിക്കണം. അതാണ് എൻ്റെ എബി. എൻ്റെ മോൻ എല്ലാം മനസ്സിലാകും എന്ന് ചേട്ടായിക്കറിയാം. പിന്നെ ഇനി മുതൽ നിൻ്റെ കൂട്ടുകാരിൽ ചിലരെ നീ സൂക്ഷിക്കണം. കാരണം അവരാണ് നിന്നെ ഇതിലേക്ക് വലിച്ചിടുന്നത്. ഇനിയും നിന്നെ ഇതിലേക്ക് തന്നെ തിരിച്ചു വിടാൻ അവർ ശ്രമിക്കും. എൻ്റെ കുഞ്ഞ് അവരുടെ ചതിയിലൊന്നും വീഴരുത്. ഇല്ലടാ, ഒരിക്കലും ഇല്ല. ഞാനിനി ഒരു ലഹരിയുടെയും പുറകെ പോകില്ല. ഇന്നു മുതൽ കോളേജിലും റെഗുലറായി പോകൂ ചേട്ടായി. ഞാൻ ഉറപ്പായും പോകും. ഈ സമയം അമ്മുവും കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ ആയിരുന്നു. ചുവന്ന ചുരിദാറും വെള്ള ലെഗിൻസും ഷാളും ധരിച്ച് അവൾ പ്രഭാത ഭക്ഷണവും കഴിച്ച് ദോശയും ചമ്മന്തിയും കഴിച്ച് പുറത്തേക്ക് നടന്നു. ചേട്ടാ, ഞാൻ റെഡിയായി. ആ എങ്കിൽ കയറ്. പോട്ടെ. ചാടി ഏട്ടൻ്റെ ബുള്ളറ്റിൽ കയറിയിരുന്ന അവൾ പറഞ്ഞു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ബൈക്ക് ഒരു കോളേജിൻ്റെ മുമ്പിൽ വന്നു നിന്നു. കോളേജ് എഞ്ചിനീയർ കോളേജായിരുന്നു. അവൾ വളരെ സ്നേഹത്തോടെ നോക്കി ആ കവാടത്തിലേക്ക്. ഇനിയുള്ള തൻ്റെ 5 വർഷക്കാലം എൻ്റെ ലോകം ഇതാണ്. അവൾ ഉള്ളിലേക്ക് ഓടാൻ തുടങ്ങിയതും ഏട്ടൻ അവളുടെ കൈ പിടിച്ചു നിർത്തി. ചോദ്യം ഭാവത്തിൽ തന്നെ നോക്കി അവളെ. നീതു, ഏട്ടൻ അവളോട് പറഞ്ഞു. പുതിയ കോളേജാണ് എന്നറിയാമല്ലോ. അവിടെ തന്നെ നിനക്ക് പഠിക്കണം എന്ന് നിർബന്ധം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ ചേർത്തത്. ഇല്ലെങ്കിൽ ഇതിലും നല്ല കോളേജിൽ തന്നെ ചേർക്കാനാണ് എൻ്റെ പ്ലാൻ. അവിടെ അത്യാവശ്യം എല്ലാ കുരുത്തക്കേടുകളും നടക്കുന്ന സ്ഥലമാണ്. സൂക്ഷിക്കണം, ഒന്നിലും ചെന്ന് ചാടരുതേ. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയുകയല്ല കേട്ടോ. ഇല്ല പേട്ടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ഇളിച്ചോണ്ട് നിൽക്കാതെ സമയത്തിന് ക്ലാസ്സിൽ കയറാൻ നോക്ക്. അവൾ അകത്തേക്ക് കയറി പോകുന്നത് നോക്കി ഒരു നിമിഷം അപ്പുവേട്ടൻ നിന്നു. അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞതും തൻ്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോയി. അഡ്മിഷൻ വന്നപ്പോൾ കണ്ട ആ കോളേജ് അന്നൊരു പ്രാവശ്യം മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോൾ അവൾ ഓരോ കാഴ്ചകളും ആകാംക്ഷയോടെ തന്നെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. തണൽ വിരിച്ചു നിൽക്കുന്ന വാമരങ്ങളും മറ്റു വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ കോളേജ് ഒരു പ്രത്യേക കുളിര് തന്നെ അവൾക്ക് നൽകിയിരുന്നു. അവൾ അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു വകച്ചുവട്ടിൽ ഇരുന്ന് റാഗ് ചെയ്യുന്ന കുറച്ചു പേരെ കണ്ടത്. ദൈവമേ, സീനിയേഴ്സ്! ഇന്ന് അവരുടെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ പപ്പും കൂട്ടുകാരും പറക്കും. അതുകൊണ്ട് മുങ്ങാം, അതാണ് നല്ലത്. അങ്ങനെ അവൾ അവരിൽ നിന്നും രക്ഷപ്പെടാനായി വേഗം നടന്നെങ്കിലും അവളിൽ ഒരാളുടെ കണ്ണ് അവളിൽ എത്തിയിരുന്നു.